ഒരു പേരിലെന്തിരിക്കുന്നു എന്ന പ്രശസ്തമായ ചോദ്യം പോലെ തന്നെ പ്രസക്തമാണ് ഒരു സംഖ്യയിലെന്തിരിക്കുന്നു എന്ന ചിന്തയും. സാധാരണ അക്കങ്ങളിലോ സംഖ്യയിലോ ഒരാളുടെ ചിന്ത ഉടക്കി നിൽക്കാറില്ല. എന്നാൽ 13-ലെത്തുമ്പോൾ ഭൂരിപക്ഷം പേരിലും ഒരശുഭചിന്ത വളരും. 13-ന്റെ നിർഭാഗ്യത്തിന്റെ ഉറവിടം അന്വേഷിക്കുമ്പോൾ നൂറ്റാണ്ടുകൾക്ക് പിന്നിലേക്ക് പോകേണ്ടി വരും. യേശുവിന്റെ അവസാനത്തെ അത്താഴത്തിൽ പങ്കെടുത്ത് കുറ്റുകാരനായത് 13-ാമത്തെ ആളായ യൂദാസാണ്. 13-ന്റെ കുരിശേറ്റം ഈ വിശ്വാസത്തിൽ തുടങ്ങുന്നു. പിന്നീട് നോർസ് മിത്തോളജിയിലെ ഒരു ഐതിഹ്യപ്രകാരം ദേവതമാരുടെ ഒരു വിരുന്നിൽ അതിഥിയായി എത്തിയ 13-ാമത്തെ ദുർദേവത ലോകി നിരവധി ദുരന്തങ്ങൾക്ക് കാരണമായി. ആധുനിക കാലത്തും പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ലാതെ 13-നെ ആളുകൾ പേടിക്കാൻ തുടങ്ങി. അപ്പോളോ 13 പരാജയം. അമേരിക്കയിൽ കോടതികളിൽ പോലും 13-ാം നമ്പർ മുറി കാണാനില്ല. 12 കഴിഞ്ഞാൽ 12A ആണ്. അയർലൻഡിലാണെങ്കിൽ 13-നെ പേടിച്ച് വാഹന രജിസ്ട്രേഷൻ നിയമങ്ങൾ പോലും മാറ്റി. 13-ന്റെ നിർഭാഗ്യകഥകളും പേടിക്കഥകളും രാജ്യങ്ങളിൽ നിന്ന് രാജ്യങ്ങളിലേക്ക് സഞ്ചരിച്ചു. ആധുനിക കാലത്തും 13-നെ നേരിടാൻ പലർക്കും ധൈര്യമില്ല. 13-ന്റെ നിർഭാഗ്യത്തെക്കുറിച്ച് ജെയിംസ് പാറ്റേഴ്സണും മാക്സിം പെട്രോയും ചേർന്ന് നോവൽ വരെ എഴുതി. യേശുവിന്റെ കാലം തുടങ്ങി വർത്തമാനകാലത്ത് 13-ാമത്തെ ബജറ്റ് മാർച്ച് 13-ന് അവതരിപ്പിച്ചപ്പോൾ അത് കേരളത്തിലും ഒരു ദുർദിനമായി മാറി. 13-ന്റെ താണ്ഡവം തുടരുന്നു. കാലചക്രത്തിന്റെ തേരോട്ടത്തിനിടയിൽ മാനവ സമൂഹം 13 ഒരു പേര് കൽപ്പിച്ചു. നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് മടങ്ങുമെന്ന് ഓർത്തുകൊള്ളുക.
എന്നത്തെയും പോലെയുള്ള പ്രഭാതമായിരുന്നില്ല ഇന്ന്. സ്വപ്നം മനുഷ്യനെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ഘടകം. മനസ്സിലെ ആഗ്രഹങ്ങൾ ചിലപ്പോൾ സ്വപ്നമായി വരാറുണ്ട്. അതിൽ ചില സ്വപ്നങ്ങൾ ഫലിക്കാറുമുണ്ട്. ഇന്ന് എൻ്റെ മനസ്സിലെ ആഗ്രഹം സ്വപ്നമായി മാറിയ ദിവസമാണ്. യെസ്, മൈ ഡ്രീം ബൈ. ഞാൻ ഡേവിഡ് ജോൺ. ജോലി എന്ന് പറയുന്നത് മാർക്കറ്റിംഗ് ആണ്. വെറും 4 അക്ക ശമ്പളം മാത്രമുള്ള ഒരു സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ്. എന്നാലും ജീവിതം പച്ചപിടിച്ചു തുടങ്ങിയത് ഈ ജോലിയിലൂടെയാണ്. ഇവനാണ് കിഷോർ. ഇവനെ ഞങ്ങൾ കിച്ചു എന്ന് വിളിക്കും. ഇവൻ്റെ കൂടെയാണ് എന്നും ടൗണിലേക്ക് പോകാറ്. പിന്നീടുള്ള യാത്രകൾ ഇതുപോലെയാണ്. ഈ യാത്രകളിൽ പലതവണ ഞാൻ അവനെ കണ്ടുമുട്ടി. പക്ഷേ എന്നത്തേതിനേക്കാളും തിളക്കമുണ്ടായിരുന്നു ഇന്നവന്. അസ്തമയം. എത്ര കണ്ടാലും മതി വരാത്ത ദൃശ്യാനുഭവം. ഇവിടെയാണ് ഞങ്ങൾ വൈകുന്നേരങ്ങൾ ചിലവഴിക്കുന്നത്. ഞങ്ങളുടെ ഒരുപാട് കാര്യങ്ങളറിയാം ഈ തീരത്തിന്. സങ്കടം, സന്തോഷം, അങ്ങനെയല്ല. എൻ്റെ ഏതാവശ്യത്തിനും പറന്നെത്താൻ ഇവരുണ്ടായിരുന്നു. മിഥുൻ, കിഷോർ, കിരൺ, ഇവരടങ്ങിയ ഒരു 4 സംഘം. എനിക്കൊഴികെ മറ്റെല്ലാവർക്കും ബൈക്കുണ്ടായിരുന്നു. ഇന്ന് ഞാൻ കണ്ട സ്വപ്നം അതുതന്നെയായിരുന്നു ഇന്നത്തെ ചർച്ചാ വിഷയം. എൻ്റെ അഭിപ്രായത്തിൽ ഒരു പുതിയ ബൈക്ക് എടുക്കുന്നതാണ് നല്ലത്. ആ പറഞ്ഞതിനോട് എനിക്ക് യാതൊരു യോജിപ്പില്ല. കാരണം ഞാൻ ഉപയോഗിക്കുന്ന ഒരു സെക്കൻഡ് ഹാൻഡ് ബൈക്കാണ്. ഇപ്പറഞ്ഞതൊരു പോയിന്റാ. സെക്കൻഡ് ഹാൻഡ് ബൈക്കിന് ഇപ്പം എന്താ കുഴപ്പം? ബഡ്ജറ്റെങ്കിലും കുറഞ്ഞിട്ടില്ലേ? അങ്ങനെ ചർച്ചകൾ പുരോഗമിച്ചു. ഒപ്പം അഭിപ്രായങ്ങൾ പലതും കടന്നു വന്നു. പക്ഷേ എൻ്റെ ബഡ്ജറ്റിന് ഒതുങ്ങുന്നത് ഒരു സെക്കൻഡ് ഹാൻഡ് ബൈക്കാണെന്ന് അവർക്കറിയാം. അവസാനം തീരുമാനം അവിടേക്ക് തന്നെ എത്തിച്ചേർന്നു. അങ്ങനെയാണെങ്കിൽ എൻ്റെ കസ്റ്റഡിയിൽ ഒരു ബൈക്കുണ്ട്, സുസൂക്കി. ഏതാടാ? 13? എന്ത് തെറ്റാടാ ഇവ നിന്നോട് ചെയ്തത്? 13? ഏതാടാ വണ്ടി? മനസ്സിലായില്ലേ? ആ 22, 63 വണ്ടി, ആ 13. അല്ല ബൈ, ഒരു മിനിറ്റ്. എന്തായി 13? എന്തായി 13? നമ്പർ 13. ഇന്ന് ആദ്യമായാണ് ഞാൻ ആ കഥ അറിയുന്നത്. KL 13 2263 = 13. വണ്ടി നമ്പറിലെ അക്കങ്ങൾ കൂട്ടിയാൽ 13 കിട്ടുന്നത് മോശമാണത്രേ. ഇതിൽ അത്ഭുതം ഒന്ന് മാത്രമാണ്. ഈ 21-ാം നൂറ്റാണ്ടിലും ആളുകൾ ഇതിൽ വിശ്വസിക്കുന്നു എന്നത്. അതും വെറും ഒരു നമ്പർ ഒരാളുടെ ജീവിതത്തിൽ എന്തു മാറ്റം വരുത്താനാ അല്ലേ? നമ്പർ 13. അങ്ങനെ ഈ ദിവസം ആ ചോദ്യത്തിൽ അവസാനിച്ചു. എന്നത്തെയും പോലെ ഇന്നും ടൗണിലേക്കുള്ള യാത്രയിലായിരുന്നു. പക്ഷേ മനസ്സ് മുഴുവൻ ആലോചന കൊണ്ട് മടുപ്പ് പിടിച്ചു തുടങ്ങിയിരുന്നു. ഒന്നും മിണ്ടാതെയുള്ള ആ യാത്ര അതിഷ്ടപ്പെടാതെ കിരൺ. നീ എന്താ ആലോചിക്കുന്നത്? ഒരു നമ്പറിലെന്താ പ്രശ്നം അല്ലേ? ഏത് നമ്പർ? ഇന്നലെ പറഞ്ഞല്ലടാ, ആ 13. ഓ, അത് വല്ലതും ഉണ്ടെന്നോ ഇല്ലെന്നോ അറിയില്ല. നമുക്ക് നമ്മുടെ ജീവിതമല്ലടാ വലുത്. ജീവിതം വെച്ചൊരു പരീക്ഷണം. മനസ്സിൽ വീണ്ടും ഒരു യുദ്ധം ആരംഭിച്ചു. അതിനെ മറികടക്കാൻ മുന്നിലൊരു വഴി തെളിഞ്ഞു. ചോദ്യം ദൈവത്തിനു മുന്നിൽ സമർപ്പിക്കാൻ. ദൈവകൽപ്പനയ്ക്കായി ഞാൻ അതിൽ നിന്നും രേടെടുത്തു. അതെന്നോട് ഇങ്ങനെ പറഞ്ഞു: ഇതാ ഞാൻ നിന്നോട് കൂടെയുണ്ട്. നീ പോകുന്നിടത്തെല്ലാം നിന്നെ ഞാൻ കാത്തുരക്ഷിക്കും. അവസാനം ഞാനത് തീരുമാനിച്ചു. ഇന്ന് ഡിസംബർ 10 വ്യാഴാഴ്ച. പതിവില്ലാതെ പള്ളിയിൽ പോയൊരു പ്രാർത്ഥന നടന്നു. സ്വപ്നം അത് യാഥാർത്ഥ്യമായ ദിവസമാണിന്ന്. സകല സമ്പാദ്യങ്ങളും ഉപയോഗിച്ചായിരുന്നു ഞാൻ എൻ്റെ സ്വപ്നത്തെ വിലക്ക് വാങ്ങിയത്. അതിനുള്ള നന്ദിയും കടപ്പാടും ദൈവത്തോട് അറിയിച്ചു. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആദ്യ യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പിലായിരുന്നു ഞാൻ. ആരോടും ഒന്നും അറിയിച്ചിരുന്നില്ല. എന്നിട്ടും അവരെത്തിയിരുന്നു.
യാത്ര ഞാൻ ശരിക്കും ആസ്വദിച്ചു. വീട്ടിലേക്ക് എളുപ്പവഴിയുണ്ടായിട്ടും കിലോമീറ്റർ ചുറ്റിയാണ് ഞാൻ പോയത്. ഇന്നത്തെ കാറ്റിനും പ്രത്യേക ഗന്ധമുണ്ടായിരുന്നു. ഞാനത് ശരിക്കും ആസ്വദിച്ചു. ഹലോ. ആ ഹോസ്പിറ്റലിൽ അറിയില്ല, തലക്ക് പരിക്കേണ്ടതായിട്ട്. ആ ഹലോ. ആ ഞാൻ തിരിച്ചെടുക്കടാ. മരണം. മരണത്തെ മുഖാമുഖം കണ്ട നിമിഷം. ആശുപത്രി കിടക്കയിൽ നിന്നും ഞാൻ ഉയർത്തെഴുന്നേറ്റു പുതിയൊരു ജീവിതത്തിലേക്ക്. ഇവിടെ നിന്നാണ് എൻ്റെ തുടക്കം. ജീവിതം പിന്നീട് മാറുകയായിരുന്നു. ജോലിയിൽ ഗ്രേഡിങ്ങിൽ ഉയർച്ചയുണ്ടായി, സാമ്പത്തികവും മെച്ചപ്പെട്ടു. പിന്നീടുള്ള ഓരോ ദിവസവും ആഘോഷമാണ്. ആഘോഷങ്ങൾ അത് അവസാനിക്കുകയായിരുന്നു. ഇന്ന് അവൻ യാത്രയാണ്. ഇനി എപ്പോഴാണ് നമ്മൾ കാണുമോ? അത് ഞാൻ ഇവനെ പോലെ ഗൾഫിലേക്കല്ലല്ലോ പോണേ, ബാംഗ്ലൂർക്കല്ലേ. നീ എപ്പോഴാണ് പോണേ? ഡേറ്റ് കൺഫേം ആയിട്ടില്ല, ഞാൻ അങ്ങോട്ട് അറിയിക്കാം. നിന്റെ ടൈമായി മോനെ, എന്നെ കൊണ്ടുപോകാൻ വണ്ടി എത്തി. വണ്ടി ഇപ്പം പോവും, പോണില്ലേ? അപ്പോൾ ഓക്കെടാ, പോട്ടടാ തടിയ. എന്നാ ശരിയടാ. പരാജയങ്ങൾ വിട്ടൊഴിഞ്ഞില്ല. ഗൾഫിൽ ജോലി ശരിയായി കിച്ചുവും യാത്ര പറഞ്ഞുപോയി. അതിനിടയിൽ ദാ ഇവനും പോവുകയാണ് സ്വന്തം നാട്ടിലേക്ക്. അവസാനം ഞാൻ തനിച്ചായി.
വീട് ഈ ഭാഗത്ത് എവിടെയാണടാ? ഇനിയിപ്പോൾ ഇതായിരിക്കും വീട് ആണെന്നാ തോന്നുന്നത്. ആ ഇതെന്നടാ വീട്? വണ്ടിയാണെന്നല്ലേ? തോന്നിട്ട് പോകണ്ടാടാ. എൻ്റെ എല്ലാ വിജയപരാജയങ്ങളിലും ഇവൻ കൂടെ ഉണ്ടായിരുന്നു. വർഷങ്ങളോളമുള്ള സഹവാസത്തിന് ശേഷം അവൻ എൻ്റെ ജീവിതത്തിൽ നിന്നും കടന്നുപോയി, യാതൊരുവിധ പരിഭവങ്ങളുമില്ലാതെ. വീണ്ടും ഒരു മഴക്കാലം വന്നെത്തി. ശൂന്യമായ ജീവിതത്തിൽ നിന്നൊരു മാറ്റം ഞാനും ആഗ്രഹിച്ചു. ഞാനും പോവുകയാണ് പുതിയ ജോലിയിലേക്ക്, മുംബൈ നഗരത്തിലേക്ക്. പിന്നീടുള്ള ദിവസങ്ങൾ ഇതിൽ രേഖപ്പെടുത്താതെ പോയി. വർഷങ്ങൾക്ക് ശേഷം ഞാൻ വീണ്ടും ഒരു തിരിച്ചുവരവിനൊരുങ്ങി. ഇന്ന് 2014 ഡിസംബർ 24. നാളെയാണ് ക്രിസ്മസ്. ഈ ക്രിസ്മസിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഞങ്ങൾ വീണ്ടും ഒത്തുകൂടുകയാണ്. ഹായ് കിച്ചു, ഞാനെത്തിയടാ. മനുഷ്യൻ വളരുന്നതിനനുസരിച്ച് അവൻ്റെ ആഗ്രഹങ്ങളും വളരും. ഞാനും ഒരു പുതിയ ബൈക്ക് വാങ്ങി. My new number is 333. That means 9. My lucky number. My lucky number.
വെറുതെ ഇങ്ങനെ ഇരിക്കണ്ട, ഇത്ര രീതി വേണ്ട കേട്ടോ. പറഞ്ഞോ, എല്ലാം പോയി. ഓഫാക്കി.